എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിഗണപതിയെ മടിയിലിരുത്തി പാർവതി സമേതനായിരിക്കുന്ന ഒരു മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആ ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ പണപ്പൊയിൽ കൊമ്പൻകല്ല് ശ്രീ മഹാദേവ ക്ഷേത്രം. ഇനി ആ മഹാദേവൻ്റെ ചൈതന്യം ഉയരാൻ കാരണമായ മറ്റൊരു ക്ഷേത്രവും അതിൻ്റെ മുൻവശത്തായി ഇടതു ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഇടതുവശം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായി ഭഗവതിയും ഇടതുവശത്തായി മുത്തപ്പനും ശ്രീ ഭദ്രകാളിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭഗവതിയുടെ വലതുഭാഗത്തായി നാഗസങ്കല്പവുമുണ്ട്. ഇത് മുത്തപ്പന് നാളികേരം മുട്ടറക്കുന്ന തറയാണ്. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് അവിടുത്തെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം. വിറക് വെട്ടാൻ അമ്പലത്തറൻ്റെ അതിലെ ഭൂമിയിലുണ്ട് വിറക് അങ്ങനെ പറഞ്ഞു. വെട്ടാൻ വന്നപ്പോൾ ഈ അമ്പലത്തറൻ്റെ മുറ്റത്തുനിന്ന് പാന് കടന്നതിൽ കുത്തിയിട്ട് കുറേ ആൾക്കാർ പോയിരുന്നു. കുറേ നിൽക്കണ പേരാണ് ആ പൊളിഞ്ഞടിയുന്നു. അവിടെ ഇങ്ങനെ മീൻ നന്നാക്കി കുത്തിർക്കായിരുന്നു. അതിൽ ഞാൻ കാണാനാ തോന്നുന്നു നിന്റെ കാലിൻ്റെ പാമ്പ് കടിച്ചിരിക്കുന്നു. അമ്പലം പ്രസവിച്ചിട്ട് 2 വയസ്സായപ്പോഴാണ് എനിക്ക് ദർശനം കിട്ടാൻ തുടങ്ങി. 2 മാസം 1-ാം തീയതി ദിവസം മൂപ്പര് പണിക്ക് പോയി. ഞാൻ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ കുട്ടീനെ എടുക്കാനൊന്നും എനിക്ക് കഴിയാതെ ദർശനം അങ്ങോട്ട് ഉണ്ടായിട്ട് അതിൽ ഉച്ചയ്ക്ക് മൂപ്പര് ചോറൊക്കെ തിന്ന് വന്നപ്പോൾ അങ്ങോട്ട് എൻ്റെ വീട് ശരിയപ്പെടുത്തണം. അവിടെ പോയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ പൈരിക്ക് എത്തിയപ്പോൾ ഓലിക്ക് തുടങ്ങി ദർശനം. ഇവിടെ നിന്ന് ഇട്ട് പേടിച്ചിട്ട് ഓടിയിട്ട് കാര്യമില്ല, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മേത്ത് കയറി. പഴയമ്മയും പാർവതി ഉണ്ട് പറഞ്ഞു. എന്നത് ആദ്യം എങ്ങനെ വരും, ഞങ്ങളെന്താ പഴയ അമ്പലത്തറയില്ലേ, ഇതൊന്നും ഞങ്ങൾ കൂട്ടാക്കിയിട്ടില്ലേ. അപ്പം ഞങ്ങൾ അയറ്റപ്പാടായ ഇവിടെ നിൽക്കൂല, അങ്ങോട്ട് പോകും. ഞങ്ങൾ നിൽക്കണ പേരാണ് ആ പൊളിഞ്ഞടിയുന്നു. അവിടെ ഇങ്ങനെ മീൻ നന്നാക്കി കുത്തിർക്കായിരുന്നു. അതിൽ ഞാൻ കാണാനാ തോന്നുന്നു നിന്റെ കാലിൻ്റെ പാമ്പ് കടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ പിന്നെ കയറി വന്നിട്ട് കൊത്തിയെടുത്ത് തന്നെ പിന്നെ ഒന്നും നമ്മളെ കുടുംബത്തിൽ എന്തൊക്കെ ഉണ്ട്. ആദ്യം അമ്മേൻ്റെ കൽപ്പന കഴിയും, കാളിയമ്മൻ്റെ. അത് കഴിഞ്ഞാലേ പിന്നെ ഞമ്മക്ക് മുത്തപ്പൻ്റെ കരിക്കുട്ടിൻ്റെയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഇറക്കാനൊക്കെ അമ്മേൻ്റെ അതുകൊണ്ട് കഴിയണം. എൻ്റെ കഴിഞ്ഞാൽ പിന്നെ മുത്തപ്പന് കൈവാടായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ഇറങ്ങും. അല്ലെങ്കിൽ പിന്നെ കൈവശം മലദൈവം. പിന്നെ 1 മണിക്ക് 12 മണിക്ക് പൂജ കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ മുന്നിൽ ആല വരണോ അവർക്ക് കൽപ്പന കൊടുക്കും. ഈ പ്രദേശം ഒരു പുഴയുടെ അടുത്താണ്. ആ പുഴയിലേക്ക് പഴയ മൺപടികളും കാണാം. ഇവിടെ പണ്ട് ജീവിച്ചിരുന്നവർ ശിവനെയും പാർവതിയെയും ഭഗവതിയെയും ഒക്കെ ആരാധിച്ചിരിക്കാം. കാലക്രമേണ പ്രളയം കൊണ്ടോ ഭൂകമ്പങ്ങൾ കൊണ്ടോ മറ്റു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടോ മണ്ണിൽ മറഞ്ഞിരിക്കാം. എന്നാൽ ദൈവാധീനം പോലെ ഈ പ്രദേശത്ത് വന്നവർക്ക് വീണ്ടും ആരാധിക്കാൻ ഭഗവാൻ തന്നെ സൗഭാഗ്യം നൽകി. ഈ ആദ്യം കാണുന്ന തറ മലദൈവങ്ങളെ സങ്കല്പിച്ചും പിന്നീട് കാണുന്ന വലിയ തറ കരിങ്കുട്ടി സ്വാമിയുടെ തറയും ചെറിയ തറ മുത്തപ്പന് കോഴി വെട്ടി നൽകാനുള്ള തറയുമാണ്. ഈ കാണുന്നത് പഴയ അമ്പലത്തിൻ്റെ ശേഷിപ്പുകളാണ്. ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് നീങ്ങിയാൽ കുറച്ച് മണ്ണ് വെട്ടിയ പടികളൊക്കെ കാണാൻ പറ്റും. ആ പടികളുടെ വലതുവശത്തായി സങ്കല്പിച്ച് ആരാധിക്കുന്നത് മുത്തിയമ്മയാണ്. ഈ കാണുന്നതാണ് മുത്തിയമ്മയുടെ സങ്കല്പത്തിലുള്ള തറ. ഈ കാണുന്നത് കുട്ടിച്ചാത്തൻ, അതിൻ്റെ തൊട്ട് പിന്നിലാണ് ഗുളികൻ. പിന്നീട് കാണുന്നതിൽ ആദ്യം ഭഗവതിയും രണ്ടാമത് വനദേവതയും അവസാനമായി കൊമ്പൻകല്ല് അമ്മയുമായി അവിടെ സങ്കല്പിച്ച് ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള പുരാതനമായ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഈ ചാനൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത്തരം വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് കൂട്ടായി നിൽക്കുക.